ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയെ ജാനകിയൊക്കെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അമ്മേ, നവീനെ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയോ മോളെ? എത്തി. നവീനുള്ളതെല്ലാം എടുത്ത് നമുക്ക് അവിടെ കൊണ്ട് വെക്കാം അമ്മേ. ശരി മോളെ. മോളെ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ മോളെ. എല്ലാം മോൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നെ ഉണ്ടാക്കിയത്. പത്മയുമായിട്ട് എനിക്ക് നല്ല കൂട്ടായതുകൊണ്ട് ഞാനെല്ലാം അവനറിയുന്ന ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്നാലും ഒന്ന് രുചിച്ച് നോക്ക് അമ്മ ഉണ്ടാക്കിയാൽ പിന്നെ അത് രുചിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നന്നായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് നേരം മുമ്പ് ഞാൻ അത് രുചിച്ച് നോക്കിയതാണല്ലോ, അതുകൊണ്ട് നന്നായിട്ടുണ്ടമ്മേ. അമ്മ എടുക്ക് എന്നൊക്കെ പറയാം. എനിക്കതല്ല പേടി. ഈ അടുക്കള ഇപ്പോൾ വീണ്ടും രണ്ടായി. ആദ്യം രണ്ടായതിൽ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ നല്ല സങ്കടമായിരുന്നു. ഇപ്പം വീണ്ടും അതുപോലെ തന്നെയായി അല്ലേ അമ്മേ? അത് ശരിയാ. എന്ത് ചെയ്യാനാ, ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ. ജലജ ഭയങ്കര വാശിയില്ല. നവ്യ അതിനേക്കാളും വലിയ വാശിയില്. കാരണം അബിയെ ജയിലിലാക്കിയതുകൊണ്ട് അബിയെ പുറത്തിറക്കാൻ വേണ്ടി അവൾ പഠിച്ച പണി 18 ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അവനെ പുറത്തിറക്കിയിട്ട് വീണ്ടും നമ്മുടെ കുടുംബത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും നവ്യയോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. നവീൻ അവിടെ ഇരിക്കുമ്പോൾ ഇനി അപ്പച്ചി എങ്ങാനും വന്ന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എൻ്റെ പേടി. അവളെക്കുറിച്ച് നവീനെ നന്നായിട്ട് അറിയാലോ മോളെ. അത് ശരിയാ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നവീനെ അറിയിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ നോക്കിയാൽ മതി. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട മോളെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചേക്കാം. കാരണം എപ്പോഴും ഓരോന്ന് പറഞ്ഞ് ജലജ നവ്യം വരികയാണെങ്കിൽ അവരുടെ വായ അടപ്പിക്കണം. നവീൻ പോകാതെ ജലജ വെളിയിലേക്ക് വരില്ല എന്നാ എടുത്തി പറഞ്ഞിരിക്കുന്നേ എന്നും ജാനകി. അത് പിന്നെ നവീൻ അബിയെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അബിയോട് ദേഷ്യ, വേറൊന്നുമില്ല. അതൊക്കെ അറിയാം. പക്ഷെ എന്തായാലും എന്തൊക്കെയായാലും അബിയെക്കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. അവൻ ചെയ്തു കൂട്ടിയ ഓരോ തെറ്റുകളും ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ക്ഷമിക്കാനോ പറ്റാത്തതാ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ വാമോളെ നമുക്ക് എല്ലാം എടുത്ത് വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് 3 പേരും കൂടെ ചേർന്ന് എല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ നവീനെയും കൂട്ടി മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വിളിക്കാനായിട്ട് പോവുകയാണ്. മോനെ, മുത്തശ്ശ വാ മോനെ, വല്ലതും കഴിക്കാം. ശരി മുത്തശ്ശ. മോനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് നരസിംഹൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. മോൻ കോടതി പോയായിരുന്നോ? ഇന്ന് വലിയ വർക്കൊന്നും ഉണ്ടായില്ല മുത്തശ്ശ. കേസുകളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് പോന്നു. അതെന്തായാലും നന്നായി. വാമോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീനെ വിളിച്ചുകൊണ്ട് താഴേക്ക് ചെല്ലുക. അപ്പോൾ ഡൈനിങ് ടേബിളിൽ വിഭവങ്ങളുണ്ട് നവീൻ. ഇത് ഒരുപാടുണ്ടല്ലോ. ഒരുപാടൊന്നുമില്ല, മോൻ ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ദേവയാനി. ഇത് കേട്ടതും ഇത് ഒരുപാടാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എടാ കഴിക്കടാ, ഞങ്ങൾ തന്ന പാർട്ടിയൊന്നും പോരാ. ഇതേ കെമിക്കൽ ഇല്ലാത്ത ഫ്രഷായ പാർട്ടിയാ, അതുകൊണ്ട് കഴിക്ക് എന്നും പറയാം. അതെനിക്കറിയാം. ഹോട്ടൽ ഫുഡുകൾ ഒരുപാട് കഴിക്കുന്നത് നമ്മൾക്ക് കെമിക്കൽ ഇല്ലാത്ത ഫുഡ് കിട്ടുന്നതൊക്കെ വലിയൊരു സന്തോഷമാണ്. എത്രയൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാലും ഹോട്ടൽ ഫുഡ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ, അതിന് കെമിക്കൽ കൂടുന്നത് പോലെ തന്നെ രുചിയും കൂടുന്നുണ്ടല്ലോ. അത് ശരിയാ. എന്നാലേ ഹോട്ടലിലെ ഫുഡിനേക്കാളും രുചിയാ ഒരു കെമിക്കലും ചേർക്കാതെ ഇവിടെ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡ്. അതറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ കഴിച്ചു തുടങ്ങുക. അപ്പം മുത്തശ്ശനും ചോദിക്കുക, അല്ല മോന് കല്യാണക്കാരിയൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, എന്തായി മോന് കല്യാണത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഇല്ലേ? ആര് പറഞ്ഞു ചിന്തയില്ലാന്ന്? എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഇന്നത്തെ കാലത്ത് തൻ്റെ ഉള്ള പെൺകുട്ടികളെ ഒന്നും വേണ്ട. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ കാലത്ത് തൻ്റെ ഇല്ലാത്ത പെൺകുട്ടി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറ മുത്തശ്ശ. അങ്ങനെയില്ല, തൻ്റെ ഉള്ള പെൺകുട്ടികൾ തന്നെയാണ് നല്ലത്. കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായാലും തൻ്റെ അടുത്തോടെ നിൽക്കണം. അല്ലാതെ പോയി തൂങ്ങിച്ചാകാനും വിഷം കഴിക്കാനും നിൽക്കുന്ന പെൺകുട്ടികളെ നമുക്ക് എന്തിനാ മോനെ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ചിന്തകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കിഷ്ടം വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു തൻ്റെടോ ഇല്ലാത്ത ആരെയും എതിർത്ത് സംസാരിക്കാത്ത പെൺകുട്ടികളെ കുറിച്ചാണ്. ശരി, ആയിക്കോട്ടെ. നരസിംഹം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മോൻ്റെ മനസ്സിലുള്ളത് ആരാണെങ്കിലും എന്നോട് തുറന്നു പറയണം, അത് ചോദിച്ചറിയണമെന്നൊക്കെയാണ്. പക്ഷെ മുത്തശ്ശ, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുത്തശ്ശ. നടക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് പറയാനാ മുത്തശ്ശ?
അതും ശരിയാണ്. എന്നാലും സാരമില്ല മോനെ, മനസ്സിലുള്ളവരെ കുറിച്ച് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷമായിക്കോട്ടെ. അങ്ങനെ അങ്ങ് പക്ഷെ തുറന്നു പറയാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പല പ്രാവശ്യമായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നതാ. എനിക്കിഷ്ടം ഈ വക്കീലും പിന്നെ എന്താ പറയുക ഈ പോലീസും അങ്ങനെയുള്ളവരൊക്കെയാ. വക്കീലും പോലീസും ഒക്കെ ആകുമ്പോൾ എൻ്റെ കൂടെ യോജിച്ച് പോകുന്നവരായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം ഞാൻ പറയാൻ പോയത്. പക്ഷെ അതൊന്നും വേണ്ട, വല്ല ടീച്ചറോ മറ്റോ മതിയെന്ന അമ്മയുടെ വാക്ക്. എനിക്കതൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. സാരമില്ല മോനെ, അമ്മയുടെ ആഗ്രഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ എൻ്റെ കുടുംബം തകർക്കാൻ വന്ന ഒരുത്തി ഉണ്ടല്ലോ അനാമിക, അവളെ പോലെ ഒരുത്തി മോൻ്റെ ജീവിതത്തിലേക്ക് വരരുത്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ആ അമ്മയുടെ മനസ്സിലില്ല. അത് കേട്ടതും അതെനിക്കറിയാം ആൻറ്റി. പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അനാമികയ്ക്ക് തണ്ടും തൻ്റെ ഇടമുണ്ട്, ധൈര്യമുണ്ട്, മറ്റുള്ളവരെ പറ്റിക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് തന്നെ അനാമിക ഒരു ക്രിമിനലായി മാറി. എന്തായാലും എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല. അല്ല, മോൻ സ്നേഹിക്കുന്ന പെൺകുട്ടി എങ്ങനെയുള്ള കൂട്ടത്തിലാ? മിടുക്കിയാ, മിടുക്കി, നല്ല ഫൈറ്റിംഗ് ഒക്കെ അറിയാം. ആണോ? പിന്നെ കുടുംബത്തിന് ഇത്തിരി ഇത് കുറവാ, സാമ്പത്തികം കുറവായതുകൊണ്ട് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എന്ത് ചെയ്യാനാ, സാമ്പത്തികമൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നോക്കും മുത്തശ്ശ? എല്ലാവരും നോക്കുന്നത് ഒരു പെൺകുട്ടിയുടെ മനസ്സല്ലേ. നല്ല മനസ്സും കുടുംബം നോക്കാനുള്ള നല്ല കഴിവും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ മുത്തശ്ശ സ്വത്തും പണമൊക്കെ? ആവശ്യത്തിന് സ്വത്ത് നമുക്കുണ്ടല്ലോ, പിന്നെ എന്തിനാ പെൺകുട്ടിക്കും കൂടെ സ്വത്ത് ഉണ്ടാവുന്നത്? അത് ശരിയാ മോനെ. എന്തായാലും മോൻ്റെ അമ്മയോടും മുത്തശ്ശനോടും ഞാൻ സംസാരിക്കാം. അവരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. മോൻ വിഷമിക്കാതെ. ശരി മുത്തശ്ശ. എടാ, എന്നെ ഏറ്റവും വലിയ കേസിൽ നിന്നും ജയിപ്പിച്ചവനാ നീ, പുറത്തു കൊണ്ടുവന്നവനാ നീ. അങ്ങനെയുള്ളപ്പോൾ നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. മൊത്തം കഴിച്ച് വയറ് നിറച്ചിട്ടോടൊന്ന് പോകാൻ. ശരിയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ ഓഫീസിലിരിക്കുക. മാഡം, അവൻ്റെ പേര് അടിവാരം അശോകൻ എന്നാ മാഡം. ഏത് നേരവും ശല്യമാണ് മാഡം. ഞാനും എൻ്റെ മോളും ഒറ്റയ്ക്കുള്ളത്. അങ്ങനെയുള്ളപ്പോൾ വീടിൻ്റെ വാതിക്കൽ വന്നിരുന്ന് എപ്പോഴും അവ ശല്യ. ഒരു ദിവസം മോൾ അവനെ എതിർത്ത് സംസാരിച്ചു. ഇനി ഈ പരിപാടി കാണിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനിപ്പോൾ അത് ഇരട്ടിയാക്കി. ഞങ്ങളെ ഒന്നും ഒരു പേടിയുമില്ല മാഡം. സത്യം പറഞ്ഞാൽ പേടിച്ച ഞാൻ ഓരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നത് അവൻ എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്യുമെന്ന്. അങ്ങനെയുള്ളപ്പോൾ മാഡം അവനിൽ നിന്നും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം മാഡം. നല്ല പേടിയുണ്ട് മാഡം. അവനൊരു പക്ക ക്രിമിനല. ഇത്രയും നാളും ജയിലിലായിരുന്നു. ഇപ്പം അവൻ പുറത്തിറങ്ങിയതിന് ശേഷം അവൻ വല്ലാത്തൊരു ദ്രോഹമായി മാറിയിരിക്കുകയാണ് മാഡം. ആരാണോ ഈ അടിവാരം അശോകൻ? മാഡം, അത് പിന്നെ എന്തായാലും പരാതി എഴുതി തന്നില്ലേ, നിങ്ങൾ പോയിക്കോ. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി അടിവാരം അശോകനെ നിങ്ങളങ്ങ് മറന്നേരെ എന്നും നന്ദു. അത് കേട്ടത് ഭയങ്കര സന്തോഷത്തോടെ ആ അമ്മയും മോളും അങ്ങ് പോവുക. പറയണോ, ആരാ ഈ അടിവാരം അശോകൻ? ഞാനിവിടെ സ്റ്റേഷനിൽ SI ആയി വന്നതിന് ശേഷം ഒരുമാതിരിപ്പെട്ട ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കി ഉള്ളിലാക്കി. പിന്നെ ആരാടോ ഇയാള്? മാഡം, അടിവാരം അശോകൻ എന്ന് പറഞ്ഞാൽ എല്ലാ പോലീസുകാർക്കും ഒരു മര്യാദയാ. അവർക്കൊക്കെ അവനെ പേടിയുമാണ് മാഡം. അവൻ വിചാരിച്ച നമ്മുടെ ജോലി വരെ പോവും. അവൻ അത്രയ്ക്ക് വല്ല തൻ്റെ ഇടമുള്ളവനാണോ? അത്രയ്ക്ക് വല്ല ക്രിമിനലാണോ? അത്രയ്ക്ക് ഈ നാട്ടിൽ വിലയുള്ളവനാണോ? നിലയും വിലയുള്ളവനും അല്ല മാഡം. അവനെ എല്ലാവർക്കും പേടിയാ, പോലീസുകാർക്ക് പോലും. എന്തിനാണോ ഇങ്ങനെ പോലീസ് യൂണിഫോം ഇട്ട് പറയാൻ തനിക്ക് നാണമില്ലേ? എടോ, നമ്മൾ പോലീസ് യൂണിഫോം ഇടുന്ന എന്തിനാ? മറ്റുള്ളവർ പേടിക്കുന്നവരെ അവരെ സന്തോഷത്തോടെ ജീവിപ്പിക്കാനും അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ നാട്ടിൽ നടക്കാനും വേണ്ടിയാ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കുടുംബം മാത്രം സന്തോഷിച്ചാൽ മതിയോടോ? മറ്റുള്ള കുടുംബങ്ങൾ കരയുമ്പോൾ നമ്മുടെ കുടുംബം സന്തോഷിച്ച് ജീവിക്കുന്നത് തനിക്ക് കാണണോടോ? അതുകൊണ്ടാണോ താനിങ്ങനെ പറയുന്നത്? നമ്മുടെ കുടുംബം സന്തോഷത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ള കുടുംബത്തിലുള്ളവർ കരയുന്നത് കാണാൻ തനിക്കൊക്കെ വലിയ ഇഷ്ടമാണെങ്കിലേ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ജീപ്പിൽ കയറാൻ നോക്ക്. നമുക്കിപ്പോൾ തന്നെ അവനെ പോക്കണം. മാഡം, അത് വേണ്ട. നമ്മളവനെ എന്തെങ്കിലും ചെയ്താൽ മാഡത്തിൻ്റെ കുടുംബത്തെ പോലും അവൻ വെറുതെ വിടില്ല. അങ്ങനെയുള്ളവനെ എനിക്കൊന്ന് കാണണമെന്നാണ് പറഞ്ഞത്. തനിക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വാ, ഇല്ലെങ്കിൽ യൂണിഫോം അഴിച്ച് വെച്ചേരെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു. അത് കേട്ടതും വേറെ വഴിയില്ലാതെ അവർ നന്ദുവിനോടൊപ്പം പോവുക. ഈ സമയം അശോകനെയാണ് കാണിക്കുന്നത്. അശോകനാണെങ്കിൽ അവിടെ ഇങ്ങനെ വണ്ടിയിൽ നിൽക്കുക. വേറൊരു അശോകൻ്റെ കൂടെയുള്ളവരുത്ത് ആ കടയിൽ ചെന്നിട്ട് എവിടെ ഇന്നത്തെ കളക്ഷൻ എടുക്ക്. അയ്യോ സാറേ, കളക്ഷൻ ഒന്നും ആയിട്ടില്ല. നോണ പറയണ്ട,
എന്നെ കൊണ്ട് ഈ വണ്ടിയിൽ നിന്ന് ഇറക്കി കണ്ട മര്യാദയ്ക്ക് ഇവിടെ കട നടത്തി പോണെങ്കിൽ കളക്ഷൻ എടുക്കടി എന്നും അശോകൻ അത് കേട്ടതും ആ കടക്കാരി ചേച്ചി പേടിച്ച് അവിടെ ഇരുന്ന് അന്ന് നടന്ന കച്ചവടത്തിനുള്ള പൈസ എടുത്ത് കൊയിലേക്ക് കൊടുക്കുക. അത് എണ്ണി നോക്കിയിട്ട് അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. എത്രയുണ്ടടാ? ആ ഉണ്ട് സാറേ. ആ എന്നാ ശരി വാ പോകാം എന്ന് പറയുമ്പോഴേക്കും ദേ വരുന്നടാ പോലീസ് ജീപ്പ് കണ്ടതും അശോകൻ പേടിക്കാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ നന്ദു ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നു. ആഹാ, പുതിയ SI ആണല്ലേ? അതെ അതെ അശോകേട്ടാ, പുതിയ SI മിടിക്കുക. ആ അശോകേട്ടൻ ജയിലിലായതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റില്ലല്ലേ? ഇത് പരിചയപ്പെടാൻ പറ്റിയ നല്ല സമയ. എന്താ അനിയത്തി, എന്ത് വേണം? ഇതിലാരാടാ? അടിവാരം അശോകൻ. ഞാൻ അനിയത്തി. എന്താ അനിയത്തിക്ക് എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലടാ, എനിക്ക് നിന്റെ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല. എന്നെ സഹായിക്കാൻ എനിക്കറിയാം. അയ്യോ, അനിയത്തി ഭയങ്കര മിടുക്കിയാണെന്ന് കേട്ടു. ഇത്രയ്ക്ക് മിടുക്കിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഡാ വന്ന് വണ്ടി കയറടാ. ഏത് വണ്ടിയിലാ അനിയത്തി? ഞാനിപ്പോ ഇരിക്കുന്നത് ഒരു വണ്ടിയില. ഇനി ഏത് വണ്ടിയിലാ കയറേണ്ടത് എന്നും കളിയാക്കിയുള്ള അശോകന്റെ ചോദ്യം കേട്ട് നമ്മുടെ നന്ദുവിന് കലി കയറുക. എടാ, നിന്റെ മേലെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഒരമ്മയും മോളും കൂടെ വന്ന് നീ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നു പരാതി എഴുതി തന്നിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിന്നെ അറസ്റ്റ് ചെയ്യുക. വണ്ടിയിലേക്ക് കയറാനാ പറഞ്ഞത്. സൗകര്യമില്ലെങ്കിലോ ആ അമ്മയും മകളും വന്ന് പരാതി തന്നൂല്ലേ? എന്നാ ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ കയറി ചെന്ന് അവളെ ഞാനിന്ന് ശരിയാക്കും. ആണോടാ? എന്നാ നീ ഇന്ന് വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ട് അശോകന്റെ നെഞ്ചത്തിട്ടൊരു ഒറ്റ ചവിട്ട് തെറിച്ചു പോയി വീണു അശോകൻ. ആ സമയം കൂടെ ഉണ്ടായിരുന്ന ആളെ പിടിക്കാൻ വന്നപ്പോഴത്തേക്കും അയാളെ അടിച്ച് തകർത്തു നന്ദു. അശോകൻ ചാടി എഴുന്നേറ്റ് വീണ്ടും നന്ദുവിനെ അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നന്ദു കാലുകൊണ്ടും കൈകൊണ്ടും തടഞ്ഞ് അശോകനെ വീണ്ടും കൂമ്പിനിട്ടിടിച്ചു. അശോകൻ വീണ്ടും തെറിച്ചു പോയി വീണു. പിന്നെ അവിടെ നടന്നത് ഒരു ഇടിയാണ്, ഭയങ്കര ഇടിയില് രണ്ട് ഗുണ്ടകളെയും ഒറ്റയ്ക്ക് നിന്ന് തകർത്തടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നന്ദു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ നിൽക്കുക. നവീന് ഭയങ്കര സന്തോഷമായി. ഓ, എത്ര നാളായി എൻ്റെ പെണ്ണിൻ്റെ ഇടിയൊന്ന് കണ്ടിട്ട്. എന്തായാലും ഇവളെ എനിക്ക് സ്വന്തമാക്കണം. ഞാനിതെങ്ങനെ അമ്മയോട് പറയും? അമ്മയോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇവളെ ഒന്ന് ഇതാക്കിയാൽ അത്രയ്ക്ക് സന്തോഷം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവീൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ അശോകൻ, മാഡം ഇനി എന്നെ തല്ലല്ലേ മാഡം, എനിക്ക് വയ്യ, ഇനി തല്ലുകൊള്ളാൻ എനിക്ക് വയ്യ, രക്ഷിക്കണം. ഇത്രയും നേരം നീ എന്നെ അനിയത്തി നല്ലേടാ വിളിച്ചത്, ഇപ്പം എങ്ങനെയാടാ മാഡം എന്നായത്? ആള് മാറി വിളിച്ചതാ മാഡം, സോറി. ഞാൻ വരാം, ജീപ്പിൽ കയറാം മാഡം, ഞാൻ വരാം. എഴുന്നേക്കടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണത്തിനെയും പിടിച്ച് വലിച്ച് ജീപ്പിനകത്തേക്ക് കയറ്റിയിട്ട് നന്ദു വണ്ടി കയറാൻ പോകുമ്പോഴത്തേക്കും നവീൻ വരിക. ആ നവീൻ ചേട്ടാ, എല്ലാം നന്ദു കണ്ടുകൊണ്ടിരിക്കുമായിരുന്നോ? അതെ നന്ദു, കോളേജിൽ പഠിക്കുമ്പോൾ നന്ദുവിൻ്റെ ഇടി കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാ നേരിട്ട് കാണുന്നത്. എന്തായാലും സൂപ്പർ എന്നും പറഞ്ഞ് നന്ദുവിന് കൈയൊക്കെ കൊടുക്കുക. താങ്ക്സ് ചേട്ടാ. ഒരു അടിവാര അശോകൻ പാവം ഒരു അമ്മയും മകളെയും ഭീഷണിപ്പെടുത്തി ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് ഇടിച്ചു തകർത്തതാ. ഈ ഗുണ്ട എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വക്കീലിന്റെ സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കൊള്ളാവേ എന്നും നവീൻ. അത് കേട്ടതും അത് വേണ്ട, ഞാൻ നിൽക്കുന്നത് പോലെ നിങ്ങളാരും തൻ്റെ അടുത്തോടെ നിൽക്കണ്ട. ചിലപ്പോൾ നവീനേട്ടൻ്റെ ജീവന് ഭീഷണി വരും. അങ്ങനെ ഭീഷണി വരുമ്പോൾ ഈ നവീനെ രക്ഷിക്കാൻ ഈ പോലീസുകാരത്തി ഉണ്ടല്ലോ, അത് മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അത് കേട്ടതും എന്നാൽ ശരി നവീനേട്ടാ, ഞാൻ പോട്ടെ. ശരി നന്ദു എന്നും പറയാം. അങ്ങനെ നന്ദു പോയി കഴിഞ്ഞതും എന്ത് നല്ല ഇടിയാ. ഇവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത്രയ്ക്ക് സന്തോഷമായ എന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവീൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ്. നരസിംഹ മുത്തശ്ശനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നവീൻ്റെ മനസ്സിലുള്ള ആൾ ആരാണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് തന്നോട് ചോദിക്കാൻ വേണ്ടി താൻ ചോദിച്ചോടോ? ചോദിച്ചു. പക്ഷേ നവീൻ്റെ അമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നവീൻ സംസാരിച്ചത്. അതെ സാറേ, എനിക്ക് ഈ പോലീസിനെ വക്കീലിനെ ഒന്നും ഇഷ്ടമില്ല. എൻ്റെ പത്മേ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അവര് തൻ്റെ ഇടമുള്ള കുട്ടികൾ തന്നെയാണ്. ഇത് ന്യൂ ജനറേഷൻ പെൺകുട്ടികളാണ്. ബൈക്ക് ഓടിച്ചു, ബസ് ഓടിച്ചു, ലോറി ഓടിച്ചു, എന്തിന് പ്ലെയിന് വരെ ഓടിക്കുന്ന കൂട്ടത്തിലാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ. ഇപ്പം ആണുങ്ങൾക്ക് ഈ നാട്ടിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ പെൺകുട്ടികൾക്ക് ഇവിടെ മുന്നിൽ നിൽക്കാം. കാരണം അന്ന് ആണുങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെയാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ ഇടം ഇല്ലാത്ത പെൺകുട്ടിയൊന്നും ഉണ്ടാവില്ല ഇവിടെ. അതുകൊണ്ട് നവീൻ്റെ ഇഷ്ടമൊന്നും നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത്
എന്നാൽ പിന്നെ കുഴപ്പമില്ല, വല്ല ടീച്ചറും ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി അവന് വക്കീലിനെ തന്നെ വേണമെന്നാണെങ്കിൽ അവൻ്റെ ജൂനിയർ കുട്ടി ഒരെണ്ണമുണ്ട്, അത് നല്ല കുട്ടിയാണ്, സംഗീത എന്നാ പേര്. ആ കുട്ടിയെ ആലോചിക്കാം. അവൻ്റെ മനസ്സിൽ ഇഷ്ടം ആരാണോ അവനെ ആലോചിക്കും. ഇപ്പം തന്നെ നയനമോള് നോക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാം കൊണ്ടും നല്ലൊരു മരുമകളെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. നയനമോളെ ദേവയാനി ഇപ്പോൾ ഉള്ളം കൈ കൊണ്ട് നടക്കുന്നത്. എൻ്റെ സാറേ, നയനം ഇടുക്കിയാണെങ്കിൽ നവ്യ അതിൽ ഡബിൾ മടങ്ങായിട്ടല്ലേ ആ കുടുംബത്തിൽ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ ഞെട്ടുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.